നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി ഈ കല്യാണം മുടക്കാൻ നോക്കിയ ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല. മാഷിന്റെ മോൻ നന്നായി ജീവിച്ചു കാണണമെങ്കിൽ ഈ കല്യാണം നടത്തി കൊടുക്കണം. അതല്ല കല്യാണം മുടക്കാൻ തന്നെയാണ് ഉദ്ദേശമെങ്കിൽ ഞാനും എന്റെ മോനും രമേശനും ഈ വീട് വിട്ടിറങ്ങിയിരിക്കും. ഞാൻ ആരെയും വരട്ടാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല കേട്ടോ, സത്യമായിട്ട് സംഭവിക്കാൻ പോകുന്ന കാര്യ. ഈ കല്യാണം നടന്നില്ലെങ്കിൽ ഈ വീട് രണ്ടാവും, കുടുംബം പിരിയും. അതല്ലെങ്കിൽ പെങ്ങടെ മോളെയും മോനെയും ബാല്യകാല സുഹൃത്തിനെയൊക്കെ കൂട്ടി മാഷ് സന്തോഷായിട്ടങ്ങ് ജീവിച്ചോ. അപ്പൊ ഈ നാട്ടുകാരെന്തു പറയുമെന്ന് നമുക്ക് നോക്കാലോ. മാഷ് തീരുമാനിക്ക്. നീ വാടാ. മോളെ ശ്രേയ, നമ്മള് വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കുമല്ലോ അല്ലേ? മമ്മി എന്തിനാ സംശയിക്കുന്നേ? ഇതുവരെയുള്ള എല്ലാ മൂവ്മെന്റ്സും കറക്റ്റ് ആയിരുന്നില്ലേ? അതുപോലെ എല്ലാം ഭംഗിയായി നടന്നോളൂ. മമ്മി ഹേമാൻഡിയാ വിളിക്കുന്നേ. എടുത്തിട്ട് കാര്യം ചോദിക്കും മോളെ. ഹലോ ആന്റി. ആ ശ്രേയ, നിങ്ങൾ വീട്ടിലെത്തിയോ? ഇല്ല ആന്റി, ഓൺ ദ വേ. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ. അറിയാം ആന്റി. അതെ, വീട്ടിൽ വന്ന് കല്യാണം ആലോചിച്ചു. ഇനി എത്രയും പെട്ടെന്ന് നിശ്ചയത്തിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ രാജുവോട് പറയണം. ജാതകം കൈമാറാൻ ഞങ്ങൾ എത്തിക്കോളാം. അരവിന്ദനും ശ്രേയയ്ക്കും എത്രയും വേഗം കല്യാണം നടത്തണം. ആന്റി ടെൻഷൻ ആവണ്ട, നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലാം നടക്കും. എനിക്ക് നല്ല ടെൻഷനുണ്ട് മോളെ. ഈ കുടുംബത്തിൽ ഒരു കുഴപ്പങ്ങളും ഇല്ലാതെ ഇതുവരെ ഒരു നല്ല കാര്യവും നടന്നിട്ടില്ല. ആ തുണിക്കച്ചവടക്കാരി ഈ കല്യാണത്തിന് ഉടക്ക വയ്ക്കാൻ നോക്കും. അവള് അരവിന്ദന്റെ അച്ഛനോട് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് കേട്ട് മാഷ് എന്നോടും അരവിന്ദനോടും ഈ കല്യാണം നടക്കില്ലെന്ന് പറഞ്ഞ് വഴക്കിട്ടു. സത്യമാണ് ആന്റി. അതെ, ശ്രേയ ആകാശം മുൻപ് ഇഷ്ടത്തിലായിരുന്നു എന്നൊക്കെ മാഷ് അറിഞ്ഞു. അനിയൻ സ്നേഹിച്ച പെണ്ണ് ചേട്ടൻ കെട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഈ വഴക്കൊക്കെ ഉണ്ടാക്കിയത്. ഞാനും വിട്ടുകൊടുത്തിട്ടൊന്നുമില്ല. ഈ കല്യാണം നടക്കുമെന്ന് ഞാൻ കട്ടായം പറഞ്ഞു. എന്താ മോളെ? മാഷിനി എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. അതെ, ഒന്നും ചെയ്യാനുള്ള സമയം നമ്മൾ കൊടുക്കരുത്. അതിനു മുമ്പ് കല്യാണ തീയതി നമുക്ക് തീരുമാനിക്കണം. ആന്റി ഞാൻ പറയുന്നത് കേൾക്ക്. പറഞ്ഞോ ശ്രേയ. ആന്റി അങ്കിളിനെ ഡീല് ചെയ്യുന്ന രീതി തെറ്റാ. അങ്കിളിനെ കയ്യിലെടുക്കാൻ വേറൊരു ഐഡിയ ഉണ്ട്. എന്താ ശ്രേയ? ആന്റി പേടിക്കണ്ട, നാളെ എന്നെ കാണാൻ അങ്കിള് വന്നിരിക്കും. അപ്പോ ഞാൻ സംസാരിക്കേണ്ട രീതിയിൽ സംസാരിച്ചോളാം. നാളെ മാഷ് ശ്രേയ കാണാൻ വരുന്നെന്നോ? അതെങ്ങനെയാ മോൾ ഇത്രയും കോൺഫിഡൻസോട് പറയുന്നേ? അല്ല, മാഷ് ശ്രേയോട് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല ആന്റി, ചില കാര്യങ്ങൾ പറയാതെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. ആന്റി ഈ കല്യാണം നടത്തുന്നുള്ള വാശിയിലല്ലേ? അപ്പോ ഈ കല്യാണം നടക്കാതിരിക്കാൻ എന്നോട് വന്ന് സംസാരിക്കാൻ ഉറപ്പായും അങ്കിൾ എത്തിയിരിക്കും. അങ്കിള് വരട്ടെ. ഈ കല്യാണം അങ്കിള് മുന്നിൽ നിന്ന് നടത്തുന്ന രീതിയിൽ ഞാൻ സമ്മതിപ്പിച്ചോളാം. ടെൻഷൻ ആവണ്ട.
ശരി, സന്തോഷം. മോളിവിടെ വന്ന മഹാലക്ഷ്മി പോലെ വാഴിക്കും. ഓക്കെ ആന്റി. എന്താ മോളെ? മാഷ് കല്യാണം നടക്കരുതെന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കിന്ന്. പക്ഷേ ഈ കല്യാണം നടക്കും. ഇതെങ്ങനെയാ അക്കുച്ചേട്ടാ? അക്കുച്ചേട്ടനെ സ്നേഹിച്ചിട്ട് ഇപ്പൊ അരവിന്ദേട്ടനെ കല്യാണം കഴിക്കാൻ എങ്ങനെ മനസ്സ് വരുന്നു? ഓരോരുത്തരുടെയും ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഇങ്ങനെ മനസ്സ് മാറ്റാൻ പറ്റുമോ? അവള് മനസ്സൊന്നും മാറ്റിയിട്ടില്ല കകൂത്തി. അവക്ക് അരവിന്ദിന്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല, നമ്മൾ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കാതിരിക്കാൻ വേണ്ടിയാ. ഇത്രയും നാളും ഓഫീസിൽ വെച്ച് എന്നെ കുറെ കഷ്ടപ്പെടുത്തി, എന്റെ സമാധാനം കളയാനായിട്ട്. അതൊക്കെ ഞാൻ അതിജീവിച്ചു. അവൾ ഉദ്ദേശിച്ച പോലെ ഒന്നും നടന്നില്ല. ഇപ്പൊ വീട്ടിൽ വന്ന് കയറി നമ്മളെ ഉപദ്രവിക്കാൻ അവളുടെ പ്ലാൻ. നമ്മളോടുള്ള ദേഷ്യം തീർക്കാൻ അരവിന്ദനെ അവൾ യൂസ് ചെയ്യുക. അതിനുള്ള ഐഡിയ അവൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കാതെ അമ്മയും അരവിന്ദേട്ടനും അവളുടെ വാക്കുകേട്ട് കൂടെ നിൽക്കുക. അക്കുച്ചേട്ടാ, ഇതിനൊരു തടയിടണ്ടേ നമ്മള്? എങ്ങനെ കാക്കോത്തി? ശ്രേയയോട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല, പിന്നെ അമ്മയോടും അരവിന്ദേട്ടനോടും നമുക്ക് സംസാരിക്കാം. പക്ഷെ അതൊന്നും അവർ വിശ്വസിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യില്ല. ശ്രേയയും അരവിന്ദും കല്യാണം കഴിച്ച ഞാനും നീയും ഇവിടെ സന്തോഷത്തോടെ ജീവിക്കില്ല എന്ന് മനസ്സിലാക്കി ആവേശത്തില അമ്മയും അരവിന്ദും. പക്ഷെ നമുക്കല്ല, അവരെ തന്നെ അത് തിരിച്ചടിക്കുമെന്ന് ഇപ്പൊ അവര് മനസ്സിലാക്കില്ല കാക്കോത്തി. ഇനി നമുക്ക് ചെയ്യാനൊന്നുമില്ല. ശ്രേയ നമ്മളോടുള്ള പകയും വൈരാഗ്യവും കാരണം സ്വന്തം ജീവിതം തന്നെ ബലി കൊടുക്കുന്ന വിചാരിച്ചില്ലല്ലോ. ഒന്നാലോചിച്ചാല് ശ്രേയയുടെ പകയ്ക്ക് ഒരു കാരണമുണ്ട്. ആഗ്രഹിച്ച ജീവിതം കിട്ടാതെ പോയതിന്റെ. പക്ഷെ ശ്രേയയുടെ അമ്മയ്ക്കെങ്കിലും അവളെ പറഞ്ഞു മനസ്സിലാക്കി ഇതിന്ന് പിന്തിരിപ്പിക്കായിരുന്നു. ശ്രേയയുടെ തെറ്റായ തീരുമാനങ്ങൾക്ക് കൂട്ടു നിൽക്കുക ആ അമ്മ. അരവിന്ദേട്ടനെ കല്യാണം കഴിച്ച് ശ്രേയ ഇവിടെ വന്നു കയറിയാൽ നമ്മുടെ സമാധാനം പോവും. പക്ഷെ സ്വന്തം മോൾക്ക് സന്തോഷമായിട്ടുള്ളൊരു ജീവിതം കിട്ടില്ലെന്ന് ആ അമ്മ ചിന്തിക്കാത്ത എന്താക്കു ചേട്ടാ? വെറുപ്പും വൈരാഗ്യവും അവരുടെ മനസ്സിനെയും ബുദ്ധിയെയും മറച്ചു വെച്ചിരിക്കേ. ശ്രേയയെ ഞാൻ സ്നേഹിച്ച് ചതിച്ച് വലിച്ചെറിഞ്ഞെന്ന് മനസ്സിലവർ തീരുമാനിച്ചു വെച്ചിരിക്കേ.